ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. ഗോതമ്പ് റവയും കൊണ്ടാണ് ഞാനിന്നിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നുറുക്ക് ഗോതമ്പിൻ്റെ റവയാണ്. ഇനി ഞാൻ ഈ ഗോതമ്പ് റവയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പോളം ക്യാരറ്റാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് ഫ്രോസണാണ്. അതും 1/4 കപ്പോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു സവോള, 1.5 കപ്പോളം ഗോതമ്പ് നുറുക്ക്, ഒരു തണ്ട് കറിവേപ്പില, പൊടിയായി അരിഞ്ഞ ഇഞ്ചി, 3 പച്ചമുളക്. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. സവോളയും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. സവോള വഴന്നു വരുന്നതിന് വേണ്ടിയിട്ടും ഉപ്പുമാവിലേക്ക് വേണ്ട ഉപ്പും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് അധികം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ ചെറിയ വേവ് മതിയാകും. നമുക്കിനി ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അതിന് മുൻപായി 2 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചെറിയ വേവേ പാടുള്ളൂ കേട്ടോ. നമുക്കിനി റവ ഇട്ട് കൊടുക്കാം. റവയും വെജിറ്റബിൾസും എല്ലാം കൂടി നമുക്കിനി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 കപ്പോളം വെള്ളമാണ് എടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 3 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഞാൻ ഇതിനോടൊപ്പം കുറച്ച് മല്ലി ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗോതമ്പിൽ ചേർത്ത് കൊടുത്ത വെള്ളം ഇവിടെ പറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റും ചെയ്യണം.